കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇംഗ്ലീഷിൽ വളരെയധികം സിമ്പിളായിട്ട് നമ്മൾ പഠിക്കാൻ ശീലിക്കുകയും സിമ്പിൾ സെൻറ്റൻസുകളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ലളിതമായിട്ട് സംസാരിക്കാൻ ശീലിക്കുക. പിന്നെ ക്രമേണ നമ്മൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കും. അതിലൊരു ട്രിക്ക് നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ഐ സി ഉപയോഗിച്ച് പലതും പറയാം. ഐ സി യു, ഞാൻ നിന്നെ കാണുന്നു. ഐ സി എ ബുക്ക്, ഞാനൊരു ബുക്ക് കാണുന്നു. ഐ സി എ പെൻ, ഞാനൊരു പെന്ന് കാണുന്നു. ഐ സി സ്പീച്ച്, ഐ സി യുവർ സ്പീച്ച്, ഞാൻ നിൻ്റെ സംസാരം കാണുന്നു. അല്ലെങ്കിൽ ഐ ഹിയർ യുവർ സ്പീച്ച്, ഞാൻ നിൻ്റെ പ്രസംഗം കേൾക്കുന്നു. അവിടെ നമുക്ക് മറ്റു രൂപത്തിൽ പറയാം. ഇപ്പം ഞാൻ കേൾക്കുന്നു, എന്താ കേൾക്കുന്നത്? സംസാരമാണ് കേൾക്കുന്നത്. ഈ സംസാരം എന്നുള്ള ഒരു വേർഡിൻ്റെ സ്ഥാനത്ത് ഒരു സെൻറ്റൻസ് പറയാം. ഐ ഹിയർ, ഞാൻ കേൾക്കുന്നു. വാട്ട് യു സ്പീക്ക്, നീ സംസാരിക്കുന്നതെന്തോ അത് ഞാൻ കേൾക്കുന്നു. ഇപ്പോൾ ഐ സി, ഞാൻ കാണുന്നു. ഇപ്പോൾ യു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നീ കുടിക്കുന്നു. വാട്ട് യു ഡ്രിങ്ക്, നീ കുടിക്കുന്നതെന്തോ അത്. യു ഹിയർ, നീ കേൾക്കുന്നു. വാട്ട് യു ഹിയർ, നീ കേൾക്കുന്നതെന്തോ അത്. യു അണ്ടർസ്റ്റാൻഡ്, നീ മനസ്സിലാക്കുന്നു. വാട്ട് യു അണ്ടർസ്റ്റാൻഡ്, നീ മനസ്സിലാക്കുന്നതെന്തോ അത്. അപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ്, വാട്ട് യു അണ്ടർസ്റ്റാൻഡ്. ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ മനസ്സിലാക്കുന്നു. വാട്ട് യു അണ്ടർസ്റ്റാൻഡ്, നീ എന്ത് മനസ്സിലാക്കുന്നു അത് ഞാൻ മനസ്സിലാക്കുന്നു. ഐ ഡ്രിങ്ക്, ഞാൻ കുടിക്കുന്നു. വാട്ട് യു ഡ്രിങ്ക്, നീ കുടിക്കുന്നതെന്തോ അത് ഞാൻ കുടിക്കുന്നു. ഐ ഈറ്റ്, ഞാൻ തിന്നുന്നു. വാട്ട് യു ഈറ്റ്, നീ തിന്നുന്നതെന്തോ അത്. ഐ ടേക്ക്, ഞാൻ എടുക്കുന്നു. വാട്ട് യു ടേക്ക്, നീ എടുക്കുന്നതെന്തോ അത്. ഇങ്ങനെ കുറേ സെൻറ്റൻസുകൾ നമ്മളെ മക്കൾക്ക്, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിൽ ബി വെരി ഈസി. ദേ ക്യാൻ യൂസ് മെനി വേർഡ്സ്, ദേ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ കഴിയും. അപ്പോൾ ഐ സി വാട്ട് യു സി, ഞാൻ കാണുന്നു. നീ കാണുന്നതെന്തോ അത് ഞാൻ കാണുന്നു. ഐ സി വാട്ട് യു റൈറ്റ്, ഐ സി, ഞാൻ കാണുന്നു. വാട്ട് യു റൈറ്റ്, നീ എഴുതുന്നതെന്തോ അത്. അപ്പോൾ യു റൈറ്റ്, നീ എഴുതുന്നു. വാട്ട് യു റൈറ്റ്, നീ എഴുതുന്നതെന്തോ അതെന്ന്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്തെന്നല്ലേ. വാട്ട് യു റൈറ്റ്, നീ എഴുതുന്നതെന്തോ അത്. ഐ സി, ഞാൻ കാണുന്നു. വാട്ട് യു ഡ്രിങ്ക്, നീ കുടിക്കുന്നതെന്തോ അത് ഞാൻ എന്താക്കുന്നു, ഞാൻ കാണുന്നു. അല്ലെങ്കിൽ ഐ ഡ്രിങ്ക്, ഞാൻ കുടിക്കുന്നു. വാട്ട് യു ഡ്രിങ്ക്, നീ കുടിക്കുന്നതെന്തോ ഞാൻ കുടിക്കുന്നു. ഇങ്ങനെ സെൻറ്റൻസ് കുറച്ചൊന്ന് വലുതായി പറയാൻ കഴിയും. ഗ്രാമാറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ സെൻറ്റൻസ്, അതുപോലെ തന്നെ കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്, ഇതൊക്കെ പറയുമ്പോൾ കുട്ടികളാകെ ബേജാറായി പോകും അതെന്താണെന്ന്. അപ്പോൾ ഓരോന്നിൻ്റെ നിരവധി ഉദാഹരണമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ കുട്ടികൾക്ക് അത് ആകെ ഒരു കഷ്ടപ്പെടുന്ന ഒരു വിഷയമായിട്ട് അനുഭവപ്പെടും. അങ്ങനെയൊന്നും വേണ്ട. അതിന് വളരെ സിമ്പിളായിട്ട് ഈ രൂപത്തിൽ പറയാൻ കഴിയും. യു സ്പീക്ക്, നീ സംസാരിക്കുന്നു. വാട്ട് യു സ്പീക്ക്, നീ സംസാരിക്കുന്നതെന്തോ അത്. ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ മനസ്സിലാക്കുന്നു. വാട്ട് യു സ്പീക്ക്, നീ സംസാരിക്കുന്നതെന്തോ അത്. അല്ലെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. വാട്ട് യു അണ്ടർസ്റ്റാൻഡ്, നീ മനസ്സിലാക്കുന്നതെന്തോ അത്. മനസ്സിലായി? ഇങ്ങനെ അതിൻ്റെ ആ പാറ്റേൺ, അതിൻ്റെ രൂപം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കഥ അങ്ങനെ. അതുപോലെ തന്നെയാണ് അറബിയുടെ കഥ. ഞാൻ പറഞ്ഞല്ലോ, അറബിയിൽ പദ്യം ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും. അറബിയിൽ പദ്യം ഉണ്ടാക്കാൻ, ഇംഗ്ലീഷിൽ പദ്യം ഉണ്ടാക്കാൻ. ഇംഗ്ലീഷിൽ പദ്യം ഉണ്ടാക്കുന്ന ചെറിയൊരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അറബിയിലേക്ക് കിടക്കാം. അറബിയിൽ എത്ര പദ്യമുണ്ട്? ഖമറുൽ ഹുദാ മംബഉൽ ഫിത്രി ബറാറു ഹന ഖബിൽ ബിനൂരിൻ ലഹുൽ അലി. ഖമറുൽ ഹുദാ മംബഉൽ ഫിത്രി ബറാറു ഹന ഖബിൽ ബിനൂരിൻ ലഹുൽ ജലിയുഹു ബൈന കറുബലി ഖിബലി ഖരീബിൻ നാലിൽ വറഗ്ഫുറാന. ഒരു പദ്യം. ഇങ്ങനെയുള്ള പദ്യങ്ങൾ ഇതെൻ്റെ വന്യ പിതാവ് ഉണ്ടാക്കിയ പദ്യമാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പദ്യം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയാം. ചെറിയ ഈ പാസ്റ്റ് ടെൻസ്, അതായത് മാളിയ ഫീൽ എല്ലാവർക്കും അറിയുന്നതല്ലേ. ജാ അ, വന്നു. ജലസ, ഇരുന്നു. അഹദ, എടുത്തു. അതുപോലെ കതബ, എഴുതി. പിന്നെ എന്നൊക്കെ എളുപ്പത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ വെറും മാളിയായ ഫീൽ ഉപയോഗിച്ച്, അതായത് ഭൂതകാല ക്രിയ ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യമൊക്കെ പദ്യം ഉണ്ടാക്കാൻ പഠിക്കണം.
പിന്നെ വളരെ എളുപ്പമായി തീരും. ഒരൊറ്റ ഉദാഹരണം പറയാം. ജാ അൽ വലതു ജലസൽ വലതു അഹദൽ വലതു കുതുബൻ കുതുബ. ജാ അൽ വലതു കുട്ടി വന്നു, ജലസൽ വലതു കുട്ടി ഇരുന്നു, അഹദൽ വലതു കുട്ടി എടുത്തു, കുതുബൻ കുതുബ കിതാബുകൾ പുസ്തകങ്ങൾ. ജാ അൽ വലതു ജലസൽ വലതു അഹദൽ വലതു കുതുബൻ കുതുബ. ജാ അൽ വലതു ഖറ അൽ വലതു കതബൽ വലതു കുതുബൻ കുതുബ. ഇങ്ങനെ മാളിയായ വേർഡ്സുകൾ ഉപയോഗിച്ചിട്ട് അധികവും 3 അക്ഷരമുള്ള മാളിയായിട്ടുള്ള വേർഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കുഞ്ഞു പദ്യങ്ങൾ, കുറച്ച് ചെറിയ കൊച്ചു പദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഇസ്മു ഫായിൽ ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം. അന ഖാദിമുൻ അന ജാലിസുൻ അന ഖാരിഖുൻ അന ഹാദിസുൻ അന ദാരിസുൻ അന ലായിബുൻ അന ദാഹിബു അന നായിമുൻ. ഇപ്പം കത്തബ എഴുതിയെന്നല്ല, കാത്തിബുൻ എഴുതുന്നവൻ, ഖറ വായിച്ചു, കാരിയുൻ വായിക്കുന്നവൻ, ഖദിമ വന്നു, ഖാദിമുൻ വരുന്നവൻ. അപ്പോൾ ഇങ്ങനെ അന ഖാദിമുൻ അന ജാലിസുൻ അന ഖാരിഉൻ അന ഹാദിസുൻ സംസാരിക്കുന്ന ആളാണ്. അന ദാരിസുൻ അന ലായിബുൻ അന ദാഹിബുൻ അന നായിമുൻ. ജാ അൽ വലതു ജലസൽ വലതു ജാ അൽ വലതു ഖറ അൽ വലതു കതബൽ വലതു കുതുബൻ കുതുബ. ജാ അൽ വലതു ജലസൽ വലതു അഖദൽ വലതു കുതുബൻ കുതുബ. ജാ അൽ വലതു ഖറ അൽ വലതു കതബൽ വലതു കുതുബൻ കുതുബ. രണ്ടാമത്തത് അന ഖാദിമുൻ അന ജാലിസുൻ അന ഖാരിഖുൻ അന ഹാദിസുൻ അന ദാരിസുൻ അന ലായിബുൻ അന ദാഹിബുൻ അന നായിമുൻ.